Hello guys, welcome to our channel EB Fun World. ഹലോ, അപ്പോൾ നമ്മളെ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വേറെ ഒന്നുമല്ല. ഈ ഷോപ്പിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെയുള്ള പാത്രങ്ങളുടെ കളക്ഷൻ കണ്ടപ്പം എനിക്ക് നിങ്ങളെ കൂടെ കാണിക്കണം തോന്നി. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് അതാണ്. ഈ ഷോപ്പിൽ ഞാൻ കണ്ട കുക്ക് വെയർ സെറ്റ് ആയിക്കോട്ടെ, ഡെക്കോർ ഐറ്റംസ് ആയിക്കോട്ടെ, അല്ല കുഞ്ഞു ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം ബെസ്റ്റ് ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓൾമോസ്റ്റ് ഫുൾ ഷോപ്പ് കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാം. എന്നെപ്പോലെ കുക്ക് വെയർ സെറ്റുകളും ക്രോക്കറി സെറ്റുകളിലും ഡെക്കോർ ഐറ്റംസൊക്കെ കാണാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും നമുക്കിടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിട്ടുള്ളവരുണ്ടാകും. അവർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. കാരണം നമ്മൾ ഈ വീഡിയോ പാർട്ടായിട്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് ചോപ്പറാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതും ചോപ്പറാണ്. ഇത് ഗ്ലാസിൻ്റെതാണ് അതിൻ്റെ കണ്ടെയ്നർ വരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയർ സെറ്റുകളാണ്. ഇതിൽ ഓരോ പ്രിൻറ്റുകൾ ചെയ്തിട്ട് വന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോന്നും യുണീക്കാണ്. പ്ലെയിനായിട്ട് വരുന്ന കുക്ക് വെയർ സെറ്റുകളും ഉണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ, സ്റ്റീലിൻ്റെ, അലുമിനിയത്തിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും കൂടെ നോൺ സ്റ്റിക്കിലെ വെറൈറ്റികൾ കാണാനാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതെല്ലാം സെറ്റുകളാണ്. 8 പീസ് 5 പീസിൻ്റെ ഒക്കെ സെറ്റുകളാണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം സിംഗിളാണ്. മാർബിൾ ടൈപ്പ് വരുന്ന വലിയ പോട്ടുകൾ. അതിന് മേലെ ഉള്ളതൊക്കെ സെറ്റാണ്. ഈ കാണുന്ന കുക്ക് വെയർ സെറ്റെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം കട്ടിയും കനമുള്ള ഓരോ സെറ്റുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ തന്നെ സെറ്റായിട്ട് കൊടുക്കുന്നതുമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച പാത്രമൊക്കെ മാർബിൾ ഫിനിഷിങ് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള, നല്ല വെയിറ്റുള്ള ഒരു പാത്രമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതും അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പോട്ടാണ്. ഇതിൻ്റെ ഹാൻഡിൽ വുഡാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത പാത്രം ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് മീൻസ് നേരത്തെ നമ്മൾ എടുത്തതും കണ്ടതുമായിട്ടുള്ള പാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരു ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. ഈ കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ടേബിളിലൊക്കെ ഷോ പീസാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് തോന്നി. ചെറിയൊരു പോട്ടുണ്ട്. അതിൻ്റെ ചുറ്റിലും കുഞ്ഞു ബൗളുകൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളുകളുടെ ഷേപ്പിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ കാണുന്ന ബൗളൊക്കെ കണ്ട സ്റ്റാർ, മൂണിൻ്റെ ഒക്കെ ഷേപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട കുക്ക് വെയർ സെറ്റിൻ്റെ വേറൊരു സെക്ഷനാണ്. അതിൻ്റെ താഴെ വരുന്നത് കുഞ്ഞു ഗ്ലാസിൻ്റെ സേവിങ് ബൗൾസാണ്. ഇതൊക്കെ ടേബിളിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബൗളുകളാണ്. സെറാമിക്കിൻ്റെ ബൗളുകളാണ്. ഇത് ഗ്ലാസിൻ്റെ പാത്രം വന്നിട്ട് അതിൻ്റെ മേലെ, അതായത് ടോപ്പ് സെറാമിക്കിൻ്റെതാണ്. ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ ടേബിളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു യുണീക്ക് ലുക്കായിരിക്കും. അതുപോലെ ഇത് ബ്ലാക്ക് കളറിൽ വരുന്ന സെറാമിക്കിൻ്റെ കുഞ്ഞു പാത്രങ്ങളാണ്. ഇത് നല്ല വെയിറ്റും ഉണ്ട്, പല ഷേപ്പിലും സൈസിലും ഉള്ളതുമുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്നതെല്ലാം സെറാമിക്കിൻ്റെ വൈറ്റ് പാത്രങ്ങളാണ്, ബൗൾസാണ്. പല ഷേപ്പിലുള്ള പ്ലേറ്റുകൾ, കുഞ്ഞു പ്ലേറ്റുകൾ, ഓവൽ ഷേപ്പുള്ളതൊക്കെ. ഇത് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ
ഗോൾഡൻ ഡീറ്റെയിലിംഗ് വരുന്ന സെറാമിക്കിൽ വരുന്നതാണ്. ഇത് പിന്നെ ഗാവൊക്കെ കുടിക്കുന്ന കുഞ്ഞു ഗ്ലാസ്സുകളാണ്. വീഡിയോയിൽ വലുതായിട്ട് തോന്നും, പക്ഷേ കുഞ്ഞാണ്. ഗാവ കുടിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകളാണ്. ഈ ഗ്ലാസ്സിൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈനുള്ള ഗാവ ഗ്ലാസ്സുകളുണ്ട്. എനിക്കെന്തോ ഇതിങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. കാരണം ഇതിൽ ഓരോ ഡിസൈനും യുണീക്കാണ്, നല്ല ഭംഗിയുണ്ട് ഓരോ ഡിസൈനും. അപ്പോൾ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്താണ്. ഇതൊക്കെ പിന്നെ ഗ്ലാസിൻ്റെ സെക്ഷൻ. ഈ കാണുന്നതൊക്കെ സെറാമിക്കിൻ്റെ ജഗ്ഗുകളാണ്, പല പല ഡിസൈനിലും കളേഴ്സിലും വരുന്നത്. അതിൻ്റെ തൊട്ടതായ സെറാമിക്കിൻ്റെ പാത്രങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റീലിൽ കളേഴ്സും പെയിൻറ്റ്സൊക്കെ കൊടുത്തിട്ടുള്ള പാത്രങ്ങളും ജഗ്ഗുകളും ബൗളുകളും ഉണ്ട്. ഇതൊക്കെ ഗ്ലാസിൻ്റെ കുഞ്ഞു കുഞ്ഞു ജാറുകളാണ്. ഡേറ്റ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന, നട്ട്സും ഡേറ്റ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ്. ഇത് കണ്ടോ, ഇതൊരു സ്പൂൺ സ്റ്റാൻഡാണ്. ടേബിളിലൊക്കെ ഡെക്കോറായിട്ടും ഒരു ഷോക്ക് വേണ്ടിയിട്ടൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പൂൺ സ്റ്റാൻഡാണ്. നമുക്ക് യൂസും ചെയ്യാം കേട്ടോ. അങ്ങനെ കളറ് ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. ഇതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതൊരു സ്റ്റാൻഡാണ്, ഷോ പീസായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ആ ഹോളിൽ ബൗളുകൾ വെച്ചിട്ട് അതിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ സെർവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇത് ഗ്ലാസിൻ്റെ ജഗ്ഗുകളാണ്. ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസിൻ്റെ ജഗ്ഗുകളാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതിൽ ചായ പാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെത് ഇപ്പോൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലാസ്കുകളാണ്, തെർമൽ ഫ്ലാസ്കുകളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഷോ പീസ് ആയിട്ട് തോന്നും, പക്ഷേ ഫ്ലാസ്കുകളാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഗോൾഡൻ ഡീറ്റെയിൽസിംഗ് ഒക്കെ ഉള്ളത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഈ മേലെ കാണുന്നത് വലിയ വലിയ ഫ്ലാസ്കുകളാണ്. അതിൽ തന്നെ പുള്ളിയുള്ളത് ഭയങ്കര വെറൈറ്റി ഡിസൈൻസ് ഉള്ളതുണ്ട്. ഇതൊക്കെ തെർമൽ ജഗ്ഗുകളാണ്. അതായത് നമ്മൾ കുറച്ച് സമയത്തിനൊക്കെ ചൂടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന തെർമൽ ജഗ്ഗുകളാണ്. പുറമേൽ ഗ്ലാസിൻ്റെയും അതുപോലെ ഈ സെറാമിക്കിൻ്റെ ഒക്കെ കോട്ടിങ്ങും ഉള്ളിൽ സ്റ്റീലും കാര്യങ്ങളും ഉള്ള തെർമൽ ജഗ്ഗാണ്. ഒരുപാട് സമയം ചൂട് പിടിച്ച് വെക്കാനൊന്നും പറ്റൂലായിരിക്കും തോന്നുന്നു. കാരണം അങ്ങനെ ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള അടപ്പല്ല ഇതിന്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതാണ്. ഫ്ലാസ്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂർ ആണല്ലോ, കുറേ സമയം ചൂട് നിൽക്കും.
നമ്മൾ ഈ കാണുന്ന ഈ ഐറ്റംസിലുള്ള ഒരുപാട് പാത്രങ്ങൾ അവിടെ എല്ലാ ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്നല്ല, എല്ലാ ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. സ്റ്റീലിൻ്റെതുണ്ട്, സെറാമിക്കിൻ്റെത്, ഗ്ലാസിൻ്റെത് ഒരുപാടുണ്ട്. ഇത് ഈ ടേബിളിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ, നേരോ ആയിട്ടും മേലെ ഇങ്ങനെ പരന്നിട്ടും ഉണ്ടാവാം. ഇതിൽ കട്ട് ഫ്രൂട്ട്സും നമ്മൾ കുക്ക് ചെയ്ത ഫുഡൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സേവിങ് ബൗൾ പോലെ. ഇത് പിന്നെ നേരത്തെ നമ്മൾ കണ്ടല്ലോ സ്റ്റീലിൻ്റെ, അതിൻ്റെ ഗ്ലാസിൻ്റെതാണ് ബൗൾ വെക്കാൻ പറ്റുന്നത്. ഈ കാണുന്ന ബ്ലാക്കൊക്കെ ആ ഒരു കാറ്റഗറി പെട്ടതാണ്. നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ കേക്കൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് വെക്കുന്നത്, അതൊക്കെ പോലത്തെ ഒരു സ്റ്റാൻഡാണ്. അതുപോലെ ഈ കാണുന്നത് അതേ കാറ്റഗറി പെട്ട ഒരാൾ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ആയിട്ട് ടോപ്പൊക്കെ ഉണ്ട്. ഇതും ഒരു ബൗളാണ്. ഇതുപോലെ ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഒരു ബൗളാണ്. ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കൈ ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ബൗളാണ്, ഗ്ലാസിൻ്റെതാണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ്, ഭംഗിയുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു ബാസ്ക്കറ്റാണ്, ക്ലോത്ത് ബിൻ എന്നൊക്കെ പറയാം. നമ്മൾ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് തരും. ഇതിങ്ങനെ എടുക്കാനൊക്കെ പറ്റും. അത്യാവശ്യം റിച്ച് ലുക്ക് തോന്നുന്നൊരു ഐറ്റം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മൾ ഓലൊക്കെ മെടഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ട്രേ ആണ് സംഭവം. ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന, ഈ ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ അങ്ങനെ റൗണ്ട്സ് വരുന്ന, ഇതിൽ ഗ്ലാസും ബൗൾസൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിൽ പിന്നെ ഓൾറെഡി ബൗൾസ് വരുന്ന ഒരു സെറ്റാണ്. ഇതൊക്കെ ട്രേകളാണ്, ട്രേകളും ഫ്രൂട്ട്സ് ബാസ്ക്കറ്റൊക്കെയാണ്. ഈ കാണുന്ന സ്റ്റാൻഡ് കിച്ചണിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു സ്റ്റാൻഡാണ്. 4 പോർഷൻസ് ഉണ്ട്. കിച്ചൺ ടിഷ്യൂ വെക്കാം. മറ്റേ 2 ഒന്നിൽ ക്ലീൻ റാപ്പും ഒന്നിൽ അലുമിനിയം ഫോയിൽ ഷീറ്റും വെക്കാം. അതിൽ കട്ട് ചെയ്യാനുള്ള ആ ബ്ലേഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. മേലെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളും വെക്കാം. ഇതൊക്കെ ഗിഫ്റ്റ് ബോക്സുകളാണ്, നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് ബോക്സുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് സ്റ്റേഷനറി ഐറ്റംസാണ്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയുടെ അവസാനം ഇടാമെന്ന് കരുതി. കാരണം ഇനി നമ്മൾ കാണിക്കുന്നതൊക്കെ വലിയ വലിയ, അതായത് ഒരു തുടർച്ച എന്നോണം ഇടേണ്ട ഒരു വീഡിയോസാണ്. അപ്പം ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായിപ്പോവും. അതുകൊണ്ട് ഇവിടെ ഞാൻ സ്റ്റേഷനറി കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് അടുത്ത വീഡിയോസിൽ നമ്മളെ കുക്കിംഗ് വെയർസും ഡെക്കോർ ഐറ്റംസും ക്രോക്കറി ഐറ്റംസും പിന്നെ ഗ്ലാസിൻ്റെ പല പല ഐറ്റംസും ഡിന്നർ സെറ്റുകളൊക്കെ കാണിക്കാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം നമുക്കിത് ഈ സ്റ്റേഷനറി ഐറ്റംസ് കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും നല്ല പാത്രങ്ങളും ക്രോക്കറി ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല വെറൈറ്റി പാത്രങ്ങളും കുക്ക് വെയർ സെറ്റും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.